ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഈ പൊഴിയും കടന്നിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ രാഗിണി വന്ന് കുറേ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു. നിവിന് ദേഷ്യം വന്നു കേട്ടോ. രാഗിണി ഒരു സെൻറ്റിമെൻറ്റ്സ് എന്ന രീതിയിൽ ഒരു അപ്രോച്ചാണ് പിടിച്ചിരിക്കുന്നത്. കൂട്ടുകാരനോട് പറഞ്ഞു, അതെ നീ നെവിനോട് പറഞ്ഞേരെ രാഗിണി അങ്ങനെയൊന്നും വിട്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അതിനുശേഷം നമ്മുടെ ഈ കൂട്ടുകാരൻ നെവിൻ്റെ റൂമിലേക്ക് ചെന്നു. നെവിൻ ദേഷ്യം വന്ന് രാഗിണിയെ ഒഴിവാക്കാനായിട്ട് കഥ കടച്ചിരിക്കുകയായിരുന്നു കേട്ടോ. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ നെവിനോട് പറഞ്ഞു, അതെ അതല്ലേ നിൻ്റെ അമ്മാവൻ്റെ മോള് രാഗിണി, നീ പറഞ്ഞ പോലെയൊന്നും അല്ലല്ലോ അവളെ കണ്ടിട്ട്. ശരിക്കും നിന്നോട് പ്രേമമാണെന്ന് തോന്നുന്നല്ലോ. നീ ദേഷ്യപ്പെടുമ്പോൾ അവൾ വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും കണ്ടില്ലേ നീയാ? എൻ്റെ പൊന്നു ബ്രോ, നീ അതൊക്കെ വിശ്വസിച്ചോ? ഇതൊക്കെ അവളുടെ അടവാണ്. കാലവർഷം മാറുന്നത് പോലെ അവളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഇതിന് മുന്നേ വിളിച്ചപ്പോൾ അവളെന്നെ ഭീഷണിപ്പെടുത്തിയത് എന്താണെന്നറിയോ? ഞാൻ ഇവിടെ കാവേരി അന്വേഷിച്ച് നടക്കുകയെന്ന് അമ്മയോട് പറയും, അമ്മ സൂയിസൈഡ് ചെയ്യുന്ന. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, പക്ഷേ ബ്രോ കാവേരി, നീ പറയുന്ന എനിക്ക് മനസ്സിലായി, കാവേരി എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നല്ലേ? അതെ എന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ, അതല്ല ശ്രീ സത്യം, അത് കാവേരി പറഞ്ഞ ഒരു കള്ളമാണ്. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, അതെനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവൾക്ക് അങ്ങനെ പറയാനേ സാധിക്കുമായിരുന്നുള്ളൂ. ഇത് തുറന്നു പറയാൻ ഞാൻ അല്പം വൈകിപ്പോയി. അതെൻ്റെ തെറ്റാണ്. എല്ലാം ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഒരിക്കലും കാവേരിക്ക് വരാനായിട്ട് പറ്റില്ല. കാരണം തിരുവനന്തപുരത്ത് അനീതിയുടെ ഓപ്പറേഷൻ, അന്നേ ദിവസം തന്നെ രാഗിണിയായിട്ടുള്ള എൻ്റെ കല്യാണം. സെൻസിബിളായിട്ടുള്ള ഒരു പെൺകുട്ടി എന്താ ചെയ്യുക? ഇനിയും പറക്കാത്ത ഒരു പ്രണയത്തിന് മനസ്സിൽ ശവകുട്ടീരം ഒരുക്കാമെന്ന് കരുതും. അത്രേ കാവേരിയും ചെയ്തിട്ടുള്ളൂ. അല്ല കാവേരി ഇപ്പോഴും യെസ് പറയുന്നതാണോ നിൻ്റെ വിശ്വാസം എന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ 100% പ്രശ്നമൊക്കെ ഒതുങ്ങി. രാഗിണി ഞാനുമായിട്ടുള്ള കല്യാണം നടന്നിട്ടില്ല എന്ന് കാവേരി അറിയിക്കണം, അതാണ് വേണ്ടത്. അപ്പം നീ കാവേരിയെ വിളിച്ചില്ലേ? വിളിച്ചു, കാര്യങ്ങൾ പറയാനായിട്ട് പറ്റിയില്ല. അപ്പോഴാണ് ഈ രാഗിണിയുടെ എൻട്രി. അവളുടെ സംസാരം കാവേരി കേട്ടിട്ടുമുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്ന് മിക്കവാറും കാവേരി ഒന്നുകൂടെ ഉറപ്പിച്ചു കാണും. ഈ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ അവളെ കണ്ടെത്തുക? കാവേരി എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കാവേരി ആകെ സങ്കടത്തിൽ കരയുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത്. എന്തായാലും ഗംഗയോട് നെവിനെ കണ്ട കാര്യം ഗംഗയോട് വിനീത് പറയുകയാണ് കേട്ടോ. ദേ നെവിനെ എങ്ങാനും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നായിരുന്നെങ്കിൽ ഞാൻ വിനീതേട്ടനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേനെ. ഞാൻ അവനോട് കൂട്ടുകൂടില്ല. അല്ല, അവനും രാഗിണിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് കാവേരി അന്വേഷിച്ച് നടക്കുന്നത്? അതെനിക്ക് അറിയില്ല കാവേരി. അവനെ ഒരു ഞരമ്പ് രോഗിയാണ്, അതുകൊണ്ടാണ്. ഇവനൊക്കെ എങ്ങനെ വിനീതേട്ടൻ്റെ ഫ്രണ്ടായി? നെവിന് പണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് പെണ്ണുങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പറ്റിയ അബദ്ധങ്ങളൊക്കെ പറ്റി. പുഷ്പവാടിയിലെ കാര്യങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കേണ്ട. നെവിനോട് സംസാരിക്കാൻ നിൽക്കേണ്ട. വിനീതേട്ടനൊരു പാവമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിനീതേട്ടൻ്റെ കണ്ണിൽ പൊടിയിടും. എന്തായാലും നമുക്ക് അരമനയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തയ്യൽ തരാമെന്നല്ലേ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞതുപോലെ ബുട്ടിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു തയ്യലുകളും എടുക്കാം. നല്ലതല്ലേ? നമുക്ക് ഇവിടെ ഒരു പുതിയ തുടക്കമാകും വിനീതേട്ടാ എന്നൊക്കെ ഗംഗ പറയാം. ഗംഗ വൻ പ്രതീക്ഷയിലാണ് കേട്ടോ. ഗംഗ ആഗ്രഹിച്ച വലിയ ജീവിതം കിട്ടുമെന്നാണ്. എന്തായാലും ചെക്ക് മാറി പണം അക്കൗണ്ടിൽ വന്നല്ലോ അല്ലേ? വന്നു. ജയപാലനെ ചതിക്കാൻ മടിക്കില്ല, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം മനസ്സിനെ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ജയപാലൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പറ്റിച്ചെടുത്ത പണമല്ലേ നമ്മൾ വാങ്ങിച്ചെടുത്തത്? കാവേരി പറഞ്ഞ പോലെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ടല്ലേ നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത്. നാളെ രാവിലെ തന്നെ നിളയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ എന്ന് വിനീത് ചോദിച്ചു. അതെ, എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവണമെന്നല്ലേ പറഞ്ഞത്? എല്ലാം ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഗംഗയും വിനീതും കിടന്നു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഗംഗേ, പണമല്ലേ നമ്മുടെ കയ്യിലുള്ളത് എന്ന് വിനീത് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അതെ ഒരു സത്യം പറഞ്ഞോട്ടെ വിനീതേട്ടാ. എന്താ? അതെ, വിനീതേട്ടനെ കല്യാണം കഴിക്കുമ്പോഴും എനിക്ക് വിനീതേട്ടനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ വിനീത് പറഞ്ഞു, അതെനിക്കറിയായിരുന്നു. എന്നിട്ട് മാറ്റം വല്ലതും വന്നോ? നിളയുടെ അസുഖത്തിൻ്റെ ഒരു പ്രശ്നം ഒഴിവാക്കിയാൽ ജീവിതത്തിലെ പുതിയ പ്രതീക്ഷകളൊക്കെ തോന്നുന്നുണ്ട്. ആഗ്രഹിച്ചതുപോലൊക്കെ ജീവിക്കാൻ കഴിയും എന്നൊരു തോന്നൽ. എന്നിട്ട് ഗംഗ വിനീതിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് കിടന്നുറങ്ങിക്കൊള്ളാനായിട്ട് പറഞ്ഞു. കയറ്റ് കെടുത്ത് അവർ കിടന്നുറങ്ങുകയാണ്.
എന്തായാലും പിറ്റേ ദിവസം നിളയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പരിശോധിച്ചു. എല്ലാ കാര്യങ്ങളും, എല്ലാ പേപ്പേഴ്സും, പുഷ്പവാടിയിൽ നിന്നുള്ള പേപ്പേഴ്സൊക്കെ നോക്കി. ഇന്ന് തന്നെ അഡ്മിറ്റ് ആക്കാമല്ലോ അല്ലേ? ആക്കാം ഡോക്ടർ. എന്തായാലും കേസ് ഹിസ്റ്ററി പരിശോധിച്ചതിൽ നിന്ന് ആശങ്കപ്പെടാനൊന്നുമില്ല, പക്ഷേ വൈകിക്കരുത്. ഹൃദയ സംബന്ധമായ ഓപ്പറേഷന് ലോകത്തിലെവിടെയും കിട്ടാവുന്ന ഫെസിലിറ്റീസൊക്കെ ഇവിടെയുണ്ട്. ചില കേസുകളിൽ വിദേശത്തുള്ള എക്സ്പേർട്ട് ടീം വീഡിയോ കോൾ വഴി നമ്മളെ അസിസ്റ്റ് ചെയ്യാറുമുണ്ട്. ഇനി ഡൗട്ട്സ്? അപ്പം നീള പറഞ്ഞു, എനിക്കൊരു ഡൗട്ടുണ്ട് ഡോക്ടറങ്ങൾ. എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക. നീളമോൾ പറഞ്ഞോ, ഒരുപാട് വേദന എടുക്കുകയോ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചു. അവളുടെ പേടി ആശങ്കയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടു കേട്ടോ. ഡോക്ടർ പറഞ്ഞു, അനസ്തേഷ്യ തന്നിട്ടല്ലേ ഓപ്പറേഷൻ നടത്തുന്നത്, പെയിൻ കില്ലേഴ്സും ഉണ്ടാവും. ആദ്യത്തെ ദിവസങ്ങളിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. മോൾക്ക് അഡ്വഞ്ചേഴ്സ് ഇഷ്ടമല്ലേ? എന്നെക്കൊണ്ട് അതൊക്കെ പറ്റുമോ എന്ന് നീള ചോദിച്ചു. അപ്പോഴേക്കും ഒരു സിനിമാ നടൻ്റെ പേര് പറഞ്ഞു കേട്ടോ, ഹോളിവുഡ് സിനിമാ നടൻ്റെ പേര്. മോൾക്ക് അറിയോ എന്ന് ചോദിച്ചു. ഒരു വലിയ മസിലുള്ള ഇടിക്കുന്ന ആളല്ലേ? ഷോസ്നഗറിനെ ഹൃദയ സംബന്ധമായ പ്രശ്നം ജന്മനാ ഉണ്ടായിരുന്നു. 2 തവണ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പം നിള ചോദിച്ചു, സത്യം? ഞാനെന്തിനു നുണ പറയണം? ഇതൊക്കെ ഒരു അഡ്വഞ്ചറായിട്ട് എടുത്താൽ മതി. മോള് ബ്രേവ് ഗേളല്ലേ? മോളെപ്പോലെ ഒരു സ്കൂൾ കുട്ടിയായിരുന്നു വെടിയേക്കുമ്പം യൂസഫ് സായി മലാല. മാത്രമല്ല 17-ാം വയസ്സ് നോബൽ പ്രൈസ്. എന്തൊക്കെ സർജറി നടത്തിയിട്ടുണ്ടെന്നറിയോ? ഒരു കുഞ്ഞ് സർജറി അല്ലേ? മോള് ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക. അയ്യോ എനിക്ക് പേടിയില്ല, അമ്മയ്ക്കാ പേടി എന്ന് കൊച്ചു പറഞ്ഞു. അമ്മയ്ക്കും കൂടി ധൈര്യം മോള് കൊടുക്കണം. മോളെ കൊണ്ട് പറ്റില്ലേ? അപ്പോൾ നീള പറഞ്ഞു, പറ്റും. എന്നാൽ ശരി എന്ന് ഡോക്ടർ പറഞ്ഞു. അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പോട്ടെ ഡോക്ടറുകൾ, മോളെ ഞാൻ റൂമിൽ വന്ന് കണ്ടോളാം. എന്നിട്ട് ഇവരങ്ങ് പോയി ഇവരുടെ അഡ്മിഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരോട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ പുറത്ത് പോയി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു നേഴ്സ് വന്നു. എന്നിട്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. വിനീത് അഡ്മിഷന് വേണ്ടിയുള്ള പേപ്പറൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം പൈസ അടയ്ക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ പൈസ അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല. ഇവന് ഓർക്കുന്നത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണെന്നാണ്. പല തവണ ശ്രമിച്ചു, പറ്റുന്നില്ല. ഇതെന്താ പറ്റാത്തത് എന്ന് പറഞ്ഞ് നെറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിലൊരു സ്ത്രീ വന്നു. പുള്ളിക്കാരി ചോദിച്ചു, എന്ത് പറ്റി? എനി ഹെൽപ്പ്? അവിടുത്തെ HR മാനേജറായിരുന്നു വന്നത്. ഇത് നെറ്റ്വർക്കിൻ്റെ കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും UPI പ്രശ്നം വല്ലതായിരിക്കും. ഒരു കാര്യം ചെയ്യുക, സാറിൻ്റെ കൈ കാർഡില്ലേ, കാർഡ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാർഡ് എടുത്തു കൊടുത്തിട്ട് കാർഡിൽ നിന്നും കാശെടുക്കാൻ പറ്റുന്നില്ല. കാർഡിൽ നിന്ന് കാശെടുക്കാൻ പറ്റാത്തത് എന്താണെന്നിങ്ങനെ വിനീത് ചോദിച്ചപ്പോൾ ഇതിനകത്ത് ക്യാഷ് ഇല്ലെന്നാണ് പറയുന്നത്. നിങ്ങളൊരുമാതിരി പൊട്ടനാക്കല്ലേ എന്നും പറഞ്ഞ് വിനീത് ഇവരോട് ദേഷ്യപ്പെടാണ് കേട്ടോ. ഈ മെഷീൻ്റെ കംപ്ലയിൻറ്റ് വല്ലതും ആയിരിക്കും. അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ച് വിനീത് ഇവരോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എനിക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് എന്നെ പാവ കളിപ്പിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് വിനീത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും HR മാനേജറായിട്ടുള്ള പെൺകുട്ടി പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യും, ചിലപ്പോൾ മെഷീൻ്റെ കുഴപ്പമായിരിക്കും, ഒരു കാര്യം ചെയ്യും, ക്യാഷായിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും അവൻ്റെ ക്യാഷ് ഇല്ലല്ലോ. ഇവിടെ തന്നെ ATM കൗണ്ടറുണ്ട്, പുറത്ത് ATM കൗണ്ടറുണ്ട്, പോയി ക്യാഷ് എടുത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് വിനീത് പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്തായാലും വിനീത് പുറത്തു പോയി ATMയിൽ നിന്ന് കാശെടുക്കാൻ നോക്കിയിട്ടും കാശ് വന്നില്ല. വിനീത് കുറേ നേരമായിട്ട് പല തവണ ട്രൈ ചെയ്തു, കാശ് വരുന്നില്ല. അവസാനം പുറത്ത് നിന്ന് ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. കാരണം നിങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, എത്ര നേരമായി, ഇത് ഏത് പട്ടിക്കാട്ടിൽ നിന്ന് വന്നതാ എന്നൊക്കെ ചോദിച്ച് വിനീതിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ വിനീത് പുറത്തിറങ്ങി വന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാണ്, ഒന്നുകൂടി ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട്. ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ കയറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ വിനീത് പറഞ്ഞു, ഞാനൊന്ന് കയറിക്കോട്ടെ. അപ്പോൾ അവർ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പം ഒരു കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യമാണ്, അതുകൊണ്ട് ഞാനൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അവർ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അന്നേരവും ഇത് തന്നെയാണ്, പുറത്തേക്ക് ഇറങ്ങി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. കാശില്ല എന്നാണ് പറയുന്നത്. ഇത് എന്തായാലും കാശ് ഇന്നലെ 50 ലക്ഷം ക്രെഡിറ്റ് ആയത് കണ്ടതാണല്ലോ, 50 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ എടുക്കാൻ പറ്റാത്ത ഇനി ജയബാലൻ വല്ല പരിപാടിയും കാണിക്കുന്നതാണോ എന്നൊരു സംശയമൊക്കെ വിനീതിന് തോന്നി. ഇതേ സമയമുണ്ടല്ലോ, നിങ്ങളെ മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. റൂമാണെങ്കിൽ ഹോട്ടൽ റൂം പോലെ നല്ല അടിപൊളി റൂം. കൊച്ചിനാണ് ഇഷ്ടപ്പെടുകയും ചെയ്തു.
പക്ഷേ ശാരദ ചോദിച്ചു, ഇതെന്താ ഹോട്ടൽ റൂമോ അതോ ആശുപത്രിയിലെ റൂമാണോ? ഇത് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല റൂമൊക്കെ കിട്ടും എന്ന് കാവേരി പറഞ്ഞു. ഇതിന് മാത്രം പൈസ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു ദിവസത്തേന് 5000 രൂപ വാടകയോ? ഇതെന്ത് കളിയായത്? 50,000 രൂപ 10 ദിവസത്തേന് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം ഗംഗ പറഞ്ഞു, എന്തായാലും അവളുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ച കാശല്ലേ, അവളുടെ അസുഖത്തിന് വേണ്ടി എടുക്കുന്നതല്ലേ, എന്തായാലും 50 ലക്ഷം രൂപയില്ലേ, 50,000 പോയി കഴിഞ്ഞാലും ബാക്കി 10 ലക്ഷം കൊച്ചിൻ്റെ പോയി കഴിഞ്ഞാലും പിന്നെ ഇല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും അവൾ നല്ല രീതിയിൽ തന്നെ ആശുപത്രിയാണ് എന്നൊരു ഫീലിങ്സ് ഇല്ലാതെ അവളിവിടെ തങ്ങട്ടെ എന്നൊക്കെ പറയാണ്. ഇതിനിടയ്ക്ക് വിനീത് വിളിക്കാനോ കേട്ടോ കാവേരി വിനീത് വിളിച്ചിട്ട് കാവേരി ഭയങ്കരമായിട്ട് വിനീത് പേടിച്ചിട്ടുണ്ട് കേട്ടോ. കാവേരി എന്ന് വിളിച്ച് എന്താ എന്ന് ചോദിച്ചു. കാവേരി ഇവരുടെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പണം എടുക്കാൻ പറ്റുന്നില്ല, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാനായിട്ട് കാവേരി പറഞ്ഞു. മാറി നിന്നാണ് കാവേരി സംസാരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, പറ്റുന്നില്ല, പണം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് പോ വിനീതേട്ടാ ഒന്ന്. എന്തോ കാവേരി മാറി നിന്നാട്ടോ സംസാരിക്കുന്നത്. എന്തായാലും കാവേരി നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞാൽ ഞാൻ വരാം. എന്നിട്ട് എന്തോ പന്തികേടുണ്ട് എന്ന് കാവേരിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവരോടൊന്നും വിനീതിനരികിലേക്കാണ് പോകുന്നത് എന്നോ പൈസ ഇല്ല എന്നോ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോവാണ്. അപ്പോഴും ശാരദ വഴക്ക് പറയുന്നുണ്ട്, എവിടെ പോയാലും ഈ പെണ്ണിന് ഇങ്ങനെയാണ്, ഇപ്പം വരാമെന്ന് പറഞ്ഞൊരു പോക്ക് പോകും, ഇവിടെ വന്നിട്ട് ഈ പെണ്ണിനെ അടക്കമില്ലേ എന്ന് ചോദിച്ചു ശാരദ. കാവേരി ചെല്ലുമ്പോൾ ATM കൗണ്ടറിന് മുന്നിൽ തളർന്നിരിക്കുന്ന വിനീതിനെയാണ് കാണുന്നത്. ഒന്നുകൂടെ നോക്കാനായിട്ട് കാവേരി പറഞ്ഞപ്പോഴേക്കും വിനീത് പറഞ്ഞു, ഞാൻ കുറേ തവണ നോക്കി എന്ന് പറഞ്ഞ് റെസിപ്റ്റ് കാണിച്ചു കൊടുക്കുക. ഓരോ റെസിപ്റ്റിലും ബാലൻസ് 568 രൂപ മാത്രമാണ് കാണിക്കുന്നത്. ബാലൻസ് 568 രൂപയോ? അത് ചെക്ക് മാറുന്നതിന് മുന്നേ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന ക്യാഷാ കാവേരി. ചെക്ക് മാറിയ പണം ഇനി അക്കൗണ്ടിൽ വന്നില്ലേ? അതെങ്ങനെയാണ് വിനീതേട്ടാ പണം ക്രെഡിറ്റ് ആയത്? നമ്മൾ കണ്ടതല്ലേ. അല്ല, പണം അക്കൗണ്ടിൽ വരാതെ മെസ്സേജ് വരുമോ? ഇതിലെന്തോ കുഴപ്പം നടന്നിട്ടുണ്ട്. ചെക്ക് തന്നിട്ട് ജയപാലൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതായിരിക്കുമോ? അപ്പോഴേക്കും നമുക്കൊന്ന് ബാങ്കിലേക്ക് വിളിച്ച് നോക്കാം എന്ന് കാവേരി പറഞ്ഞു. ഇനി ബാങ്കിലെ നമ്പർ ഉണ്ടോ? അത് നെറ്റിലുണ്ടാവുമല്ലോ വിനീതേട്ടാ. എൻ്റെ തലയിലൊന്നും നിൽക്കുന്നില്ല കാവേരി എന്ന് വിനീത് പറഞ്ഞു. അങ്ങനെ കാവേരി ഫോണിൽ നിന്ന് നെറ്റിൽ നിന്ന് നമ്പർ സംഘടിപ്പിച്ചു. എന്നിട്ട് ബാങ്കിലേക്ക് വിളിക്കുകയാണ്. സാർ, ഒരു അക്കൗണ്ട് സംബന്ധിച്ച് ഡീറ്റെയിൽസ് അറിയാനായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. കാവേരിക്ക് എന്തായാലും അവിടെ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. കാവേരി ആണോ സാർ എന്നിങ്ങനെ ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു. കാവേരി ആകെ ടെൻഷനിലാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നാളെ ബാങ്കിലേക്ക് അവർ ചെല്ലുന്നുണ്ട്. ആ ഒരു സമയത്ത് പണം പോയി എന്ന് ബാങ്കിൽ നിന്നും അറിയിക്കുകയാണ്. എന്തായാലും വിനീതാണെങ്കിൽ ആകെ ടെൻഷനിൽ. വിനീത് ആത്മഹത്യ ചെയ്യുന്ന വക്കില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വിനീതിൻ്റെ പൊട്ടത്തരം കൊണ്ടാണ് ഈ പൈസ നഷ്ടമായത്. അപ്പോൾ ഇതെങ്ങനെ നഷ്ടമായി എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ്. കാരണം പ്രൊമോഷണൽ കോളാണെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു കോള് വന്നിരുന്നു. ആ നെവിൻ വന്ന സമയത്ത്, ആ കോള് വന്ന സമയത്ത് ATM കാർഡിൻ്റെ പുറകിലുള്ള പിൻ കോഡ് പറഞ്ഞു തരാനായിട്ട് പറയുകയും വിനീത് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരിക്കലും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു. പൈസ അക്കൗണ്ടിൽ നിന്നും പോയിട്ടുണ്ട്. ഫ്രോഡുകളാണ്, ഓൺലൈൻ തട്ടിപ്പുകാരാണ് കൊണ്ടുപോയത് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇനിയൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞു. ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വിനീത് ഈ കൊച്ചിൻ്റെ ഓപ്പറേഷൻ വിനീത് കാരണം നടക്കാതെ പോവുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശാരദ മാത്രമല്ല ഗംഗയും ആ കുടുംബം മുഴുവൻ വിനീതിനെ വെറുക്കുമല്ലോ. വിനീതാണെങ്കിൽ ആ ആത്മഹത്യയുടെ വക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അവസാനം ഞാൻ വരില്ല എന്നും പറഞ്ഞ് വിനീത് കാവേരിയോട് ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഗംഗ എന്നോട് പിണങ്ങുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്ക് വേണ്ടിയിട്ടും ആരും ഉപേക്ഷിക്കേണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് കാവേരി ദേഷ്യപ്പെട്ട് ഓപ്പറേഷൻ ഞാൻ നടത്തുക തന്നെ ചെയ്യുമെന്ന് കാവേരി തീരുമാനിച്ചു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മഴ തോരും മുമ്പേടെ എപ്പിസോഡ് എത്തിയിട്ടില്ല. എത്തുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാത്തിരിക്കുക. സി ഓക്കെ. താങ്ക് യു.